ഇന്ന് വനിതാ ദിനം. ഈ വനിതാ ദിനത്തിൽ പഴമയുടെ ഗരിമയും ന്യൂജൻ മനോഹാരിതയും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന 100ന്റെ നിറവിലായിരിക്കുന്ന ഒരമ്മച്ചിയെ നമുക്ക് പരിചയപ്പെടാം. തൊടുപുഴ കരിങ്കുന്നം തുളുവനാനിക്കൽ പരേതനായ ജോസഫിന്റെ പ്രിയതമ മറിയക്കുട്ടി. പാല കരൂർ ഇടവക ഞാവള്ളിൽ ഞെഴുകാട്ടിൽ കുടുംബത്തിൽ നിന്നും 16ാമത്തെ വയസ്സിലാണ് മറിയക്കുട്ടി കരിങ്കുന്നത്തെ തുളുനാനിക്കൽ കുടുംബത്തേക്ക് വിവാഹിതയായി എത്തിയത്. എൻ്റെ പേര് മറിയക്കുട്ടി എന്നാണ്. എനിക്ക് 16 വയസ്സുള്ളപ്പം നെടിയകാട് കൊച്ചുദാസപ്പുണ്യാൽറ്റിയുടെ നാമത്തിലുള്ള പള്ളിയിൽ എന്നെ കല്യാണം കഴിച്ചു. യാത്രകളും ഫോട്ടോഗ്രാഫിയും ഷൂട്ടിങ്ങുമൊക്കെ വളരെ വിരളവും നിയന്ത്രിതവുമായിരുന്ന ആ പഴയ കാലത്ത് ഈ ദമ്പതിമാർ തങ്ങളുടെ മധുവിധു നാളുകൾ ആഘോഷമാക്കി. പാലയിലെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ പോയി. പാലയച്ച് കോട്ടയത്തിന് പോയി. അവിടെ ചെന്ന് കല്യാണ ഫോട്ടോ എടുത്തു. ദൈവാനുഗ്രഹത്താൽ 10 മക്കളാണ് ജോസഫിന്റെയും മറിയക്കുട്ടിയുടെയും ദാമ്പത്യ വല്ലരിയിൽ വിരിഞ്ഞത്. മക്കളെ മൂല്യാധിഷ്ഠിത ജീവിതത്തിലും പ്രാർത്ഥനയിലും വളർത്താൻ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ചിരുന്നു. അന്ന് പിള്ളേരെല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് വരുന്നു, ഒന്നിച്ച് ഉണ്ണുന്നു, ഒന്നിച്ച് പോകുന്നു. ഒരു ടൈം ടേബിൾ മാതിരി വീട് പോകുമായിരുന്നു. രാവിലെ പലകാലം എഴുന്നേക്കും, കറിയൊക്കെ വെക്കും, ഉണ്ടാക്കും. സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ എങ്ങനെയെങ്കിലും വഴക്കൂടിയായാലും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് തിന്ന് കുടിച്ച് പോകും. ഞാൻ അന്ന് ഈ തൂണുണ്ടായിരുന്നു പെരയ്ക്ക്. 4 വശവും തൂണും പടിയായിരുന്നു. ഓരോരുത്തരെ കൊണ്ടുവന്ന പടിയുടെ ചോട്ടിലിട്ടും ഞാൻ പറയാതെ എഴുന്നേക്കരുതെന്നും പറഞ്ഞു. അവരവിടെ ഇരിക്കും, പറയാതെ ഇട്ട് പോവുകയില്ല. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരുമ്പം ഞാനങ്ങനെ അടിക്കുകയില്ല, സാത്തിന് അടി കൊടുക്കുമായിരുന്നു. അന്നേരം ഈ ഉത്തരത്തിൻ്റെ അതിലോടെ വടി വെച്ച് വെക്കുമായിരുന്നു, കൈ കൊണ്ടടിക്കാതെ വടി കൊണ്ടടിക്കാൻ വേണ്ടി. അങ്ങനെ ഒരുപാടൊന്നും അടിക്കേണ്ടി വരികയല്ലോ കേട്ടോ. പറഞ്ഞാൽ കേൾക്കില്ല അന്ന് പിള്ളേർ, ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്ത്യയിൽ പലയിടത്തും വിദേശത്തുമായി ജീവിക്കുന്ന ഈ മക്കൾ അമ്മയുടെ 100ാം പിറന്നാൾ ആഘോഷത്തിനായി തറവാട്ടിൽ ഒരുമിച്ചുകൂടി. ഒരു ആള് മടത്തി പോയിട്ടുണ്ടായിരുന്നു. അവളുടെ 50ാം വാർഷികോ 50ാമത്തെ ജൂബിലി ആയിരുന്നു. അത് കാരണം എൻ്റേതും അവളേതും കൂടെ ഒന്നിച്ച് ഘോഷിച്ചു. പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതുപോലെ എല്ലാവരും കൂടെ ഒന്നും കൂടാൻ പോകണില്ല. അതുപോലെ എല്ലാവരെയും കണ്ടു. ജന്മദിനാശംസകൾ അമ്മേ, 100 വസന്തത്തിൻ അസുലഭവേളയിൽ സർവമംഗളാശംസകൾ. പ്രായത്തിന്റെ അവശതകൾക്കിടയിലും സ്വന്തം കാര്യങ്ങൾ തനിച്ചു ചെയ്യുവാൻ ഈ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. സംഗീതത്തിലും വായനയിലും ഒരുപോലെ ഇഷ്ടമുള്ള മറിയക്കുട്ടി അമ്മച്ചി ഈ 100ാം വയസ്സിലും ഡയറി എഴുത്ത് മുടക്കാറില്ല. വിദൂരങ്ങളിലായിരിക്കുന്ന മക്കളെ വീഡിയോ കോളിലൂടെ വിളിച്ച് വിശേഷങ്ങൾ തിരക്കാനും അവർ ഫോൺ വിളിക്കുമ്പോൾ കേൾക്കാനും കുശലാന്വേഷണങ്ങൾ നടത്താനും അമ്മച്ചിക്ക് ഏറെ താല്പര്യമാണ്. പ്രാർത്ഥനക്കാരെ വിളിക്കുന്നു. മക്കളും അമ്മച്ചിയും എല്ലാ ദിവസവും ഒരുമിച്ചുകൂടി ഓൺലൈനിൽ പ്രാർത്ഥനകൾ ചൊല്ലുന്നു. സ്മാർട്ടായി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ പ്രാർത്ഥനാ ജീവിതം ക്രമപ്പെടുത്താമെന്ന് മറിയക്കുട്ടി അമ്മച്ചി കാണിച്ചു തരുന്നു. കുർബാന, കൊന്ത, നൊവേനകൾ, കുരിശിന്റെ വഴി, ഒപ്പീസ് എന്നു വേണ്ട ഭക്തിഗാനങ്ങളും അമ്മച്ചി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ പാട്ട് വെച്ച് കേൾക്കും. മാതാവിൻ്റെ 30 പാട്ട് ഫോണിലുണ്ട്. അത് 30 ഞാൻ കേൾക്കും. ഈശോയുടേതും എല്ലാം കേൾക്കും. പിന്നെ കൊന്ത ചെല്ലും, കുർബാന
ഓഫീസ് കൂടും, കുരിശിൻ്റെ വഴി കൂടും. അങ്ങനെ സമയം കളയുന്നത് അങ്ങനെയാണ്. ഫോണിലാണ് ഞാൻ മിക്കവാറും കാണാറുള്ളത്. ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോഴേ സംഗീതത്തിൽ താല്പര്യമുണ്ടായിരുന്ന മറിയക്കുട്ടി അന്ന് പള്ളിയിൽ പാടിയ ഗാനങ്ങൾ ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. ഈശോ ഞാൻ അങ്ങയെ ആരാധിക്കുന്നേ, അങ്ങെ സ്നേഹിച്ചിരുന്നേൻ, ആശയുണ്ടങ്ങയെ കൈക്കൊള്ളുവാനായി അങ്ങെഴുന്നരുളണമേ. യോസേപ്പ് പിതാവിനോട് പ്രത്യേക ഭക്തി ഉണ്ടായിരുന്ന അമ്മച്ചി പള്ളിയിലെ ഗാനാലാപനങ്ങളിലും ആരാധനകളിലും എല്ലാം സജീവമായിരുന്നു. 13 ആരാധന ഉണ്ടായിരുന്നു കരിപ്പള്ളിയിൽ. അപ്പം ആരാധനയ്ക്ക് പാടാൻ പോകുമായിരുന്നു, മാതൃകരിക്ക് പോകുമായിരുന്നു. പള്ളിയിൽ ചെല്ലും മാതൃസംഘത്തിന് എല്ലാവരും കൂടെ കൂടും. പിന്നെ അന്ന് വണ്ടിയൊന്നും ഇല്ലല്ലോ, നടന്നല്ലേ പോരുന്നേ. അപ്പം എല്ലാവരും കൂടെ നടന്ന് നല്ല രസമായിട്ട് വർത്താനൊക്കെ പറഞ്ഞു പോരും. ആ ചേർത്തിമാരെല്ലാം മരിച്ചുപോയി, ഞാൻ മാത്രമുള്ളൂ ഇനി. ജൻസി യുവാക്കളുടെ കാലത്ത് അവരെ പോലെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന മറിയക്കുട്ടി അമ്മച്ചി തന്റെ 80 മക്കൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും മാതൃകാ വനിതയാണ്, ഏറെ പ്രിയങ്കരിയുമാണ്. ദൈവാനുഗ്രഹം നിറഞ്ഞ തന്റെ ജീവിതാനുഭവത്തിൽ നിന്നും മറിയക്കുട്ടി അമ്മച്ചി നമുക്ക് തരുന്ന സന്ദേശം കേൾക്കാം. എല്ലാവരും നന്മ ചെയ്ത് ജീവിക്കണം, അത് മാത്രം എനിക്ക് പറയാനുള്ളൂ. ഏളിമപ്പെട്ട് അഹങ്കരിക്കാതെ തമ്പുരാൻ തന്നതായി ഇതെല്ലാം ഓർത്ത് പിള്ളേർ ഓർത്ത് ജീവിക്കുക ചെയ്യേണ്ടത്. കാരണവന്മാർ പറയുന്നതൊക്കെ കേൾക്കണം, പിന്നെ പ്രാർത്ഥിക്കണം, കുരിശ് വരയ്ക്കണം, പറയുന്ന പോട്ടെ എളിമയോടെ ജീവിക്കണം. വല്ല പാവപ്പെട്ടവരെയും കണ്ടാൽ അവരോട് മിണ്ടാതെ ഇരിക്കരുത്. അതാ എനിക്ക് അധികം പറയാനുള്ളത്. നമ്മളിപ്പോൾ അലക്കി തേച്ച് ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് വരുന്നവരെ കയറ്റി കട്ടിലേലൊക്കെ ഇരുത്തും, അല്ലാത്തവരോട് മിണ്ടാതെ ഇരിക്കും. അതല്ല വേണ്ടത് കേട്ടോ പിള്ളേരെ, അവരോട് ആദ്യം മിണ്ടണം. എളിമയെന്ന പരമപുണ്യം തരണമെന്നമ്മേ, എൻ്റെ ചെറിയ മക്കൾക്കായി, എൻ്റെ ചെറിയ മക്കൾക്കായി. എളിമയെന്ന പരമപുണ്യം തരണമെന്നമ്മേ, എൻ്റെ ചെറിയ മക്കൾക്കായി, എൻ്റെ ചെറിയ മക്കൾക്കായി.